നേപ്പാൾ ബോർഡർ കിടക്കുന്നു. സേവ് മദർ എർത്ത്, ലോകം മുഴുവൻ സേവ് മദർ എർത്ത്. ഇപ്പോൾ സമയം ഏതാണ്ട് 6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ വാരണാസിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇവിടെ നിന്ന് ഇന്ത്യ നേപ്പാൾ ബോർഡറായ കഖറാവ് എന്ന വില്ലേജിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് പോഖ്ര എന്ന നേപ്പാളിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. ഏതാണ്ട് 450 കിലോമീറ്റർ ദൂരമാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. രാവിലെ തന്നെ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഒരു ചായക്കടയിൽ കയറിയതാണ്. ചായക്കടയിൽ ജിലേബി, ഗുലാബ് ജാം, ലഡു ഒക്കെയാണ്. ആള് ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഇതൊരു മൺ ഗ്ലാസ്സിലാണ് ചായ ഉണ്ടാക്കി, അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചായ ഒന്ന് വിചാരിക്കണോ. ഗോതമ്പ് പാടങ്ങൾ വടക്കേ ഇന്ത്യയിലാണ്. എവിടെയെങ്കിലും ഒരു ഫോട്ടോ ചാമ്പാം ഉള്ളിലൊക്കെ നിന്നേ ഉള്ളും ചെയ്യാം. ഒതുക്കിടാനുള്ള സ്ഥലത്ത് എടുത്തോ. കുറച്ച് അപ്പുറത്ത് ആ തോട്ടത്തിൻ്റെ അവിടേക്ക് പോയി. നല്ല ഗോതമ്പ് പാടങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഏക്കർ കണക്കിന് ഗോതമ്പ് പാടങ്ങൾ നിൽക്കാണ്. നല്ല രസകരമായി. കൊയ്ത്തിനും ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഈ നോഷ് കുറെ നേരമായിട്ട് ഉറക്കായിരുന്നു. വണ്ടി നിർത്തിയതൊന്നും ആൾ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതേ വരുന്നുണ്ട്. നമ്മള് കഖറാവ ഗ്രാമത്തോടടുത്താണ്. ഇവിടെ ആളുകള് ചാണകമൊക്കെ ഉണക്കി ചാണക അടകളാക്കി വെച്ചേക്കാണ് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ അടുത്തുള്ള വീടുകളിലുള്ളവരൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു നമ്മളെ യാത്ര തുടരുകയാണ്. നമ്മളങ്ങനെ സൗത്ത് ഇന്ത്യ കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയും വിട്ട് ഇന്ത്യയുടെ അതിർത്തി ഗ്രാമത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വണ്ടി ഇതാ സേവ് മദർ എർത്ത് എന്ന മോട്ടോയുമായി ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ റോഡ് ട്രിപ്പിലൂടെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര. ഇവിടെ വണ്ടി വേണ്ട നാട് എവിടെയൊക്കെ ചുറ്റിന്ന് വിചാരിച്ചേ. ഒരു ഓഫ് റോഡ് യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വില്ലേജ് ഗ്രാമങ്ങൾ, ഗോതമ്പ് വക്കോല് കൊണ്ട് കെട്ടിയ മേഞ്ഞ വീടുകൾ. ഗോരഖ്പൂരിലേക്കുള്ള ഹൈവേ ആണ്. ഇന്ത്യ നേപ്പാൾ ഇന്റർനാഷണൽ ഹൈവേ ആണ്. രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആണ്. വലിയ തിരക്കുകളില്ലാത്ത വഴിയാണ്. നേരെ ചെല്ലുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ്.
നേപ്പാൾ, ഇന്ത്യ നേപ്പാൾ ബോർഡർ കിടക്കുന്നു. സേവ് മദർ എർത്ത്. ലോകം മുഴുവൻ സേവ് മദർ എർത്ത്. നേപ്പാളിലെ ആദ്യത്തെ ഒരു ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കയറിയിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിലേക്ക്. വണ്ടി ലോക്ക് ചെയ്ത് അച്ഛൻ ലോക്ക് ചെയ്ത്. യെസ്. ഇപ്പോൾ സമയം ഏതാണ്ട് 1 മണിയായി. ഭക്ഷണം കഴിഞ്ഞു. ഞങ്ങൾ ലുംബിനി എന്ന ബുദ്ധൻ്റെ ജന്മസ്ഥലത്തിലേക്ക് ഞങ്ങൾ പോവാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. വലിയൊരു ക്യാമ്പസാണ്. ഒരുപാട് അമ്പലങ്ങളും ടിക്കറ്റ് കൗണ്ടർ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. ഗേറ്റ് കടന്നു. ഇനി ഇവിടെയുള്ള കാഴ്ചകളാണ്. ചൈനീസ് മാതൃകയിൽ പണികഴിപ്പിച്ച ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണത്. എന്തോ പ്രയറൊക്കെ അതിനുള്ളിൽ നടക്കുന്നുണ്ട്. പാട്ടുകളൊക്കെ കേൾക്കാം. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ അനുവാദമൊക്കെ ഉണ്ട്. പക്ഷേ വീഡിയോസ് എടുക്കരുതെന്നൊക്കെയാണ് അവർ പറയണത്. ആളുകൾ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ കൂടെ വരുന്നുണ്ട്. മനോഹരമായി പണികഴിപ്പിച്ച ചൈനീസ് മാതൃകയിലുള്ള ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. വലിയ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ലുംബിനിയിൽ ഒരുപാട് ബുദ്ധിസ്റ്റ് ടെമ്പിളുകളുണ്ട്. അതുപോലെ തന്നെ ആർക്കിയോളജി വിഭാഗം കണ്ടെടുത്ത ഒരുപാട് പഴയ ടെമ്പിളുകളുടെ അവശിഷ്ടങ്ങൾ, സ്റ്റാച്യൂസ്, സ്തൂപങ്ങൾ, ബുദ്ധിസ്റ്റ് ചരിത്രം പറയുന്ന ഒരുപാട് ആർക്കിയോളജിക്കൽ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ചൈനീസ് കൂടെ സൂക്ഷിച്ചിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് മന്ദിർ ഓരോ വേറെ സ്ഥലം കേട്ടോ.
മൊണാസ്ട്രി അത് ഭയങ്കര ഡ്രൈവിംഗ് ആയിരുന്നോ? കൊണ്ടുപോയി കുഴിയിൽ ചാടിച്ച് വണ്ടി കുഴിയിൽ നിന്ന് തിരിച്ച് കയറ്റാൻ എടുത്ത പണി. ഇപ്പം എന്തായി, വണ്ടി ഓടുമ്പോൾ ബ്രേക്ക് പാഡ് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ച് നോക്കാണ് ഞങ്ങൾ. ആ കല്ലുകൾ മറ്റേ സെറ്റായി. ആ ഉള്ളിൽ കല്ല് കയറിയിരിക്കുക. കമ്പി വെച്ച് അടിച്ച തട്ടികള ഫ്രെയിമിൽ. മൊണ്ടൻ കല്ലുകളാ. എന്താ തിരിശേഷി പറ്റി കൊണ്ടുപോകാനാണോ? ബ്രേക്ക് പാഡിൻ്റെ അവിടെ നോക്കിയേ. ചൂടുണ്ടാവോ? ചെറിയ ഹോട്ടായിരിക്കും. മറ്റൊരു നല്ല യുദ്ധം. അങ്ങനെ ഏതാണ്ട് 2 മണിക്കൂർ സമയം ഇവിടെ പോയി കിട്ടി. ഇപ്പോൾ സമയം 4:30ആയി. വണ്ടി വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. ബ്രേക്ക് പാഡ് വീണ്ടും ഉരഞ്ഞ് അത് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഞങ്ങൾ വീണ്ടും വർക്ക്ഷോപ്പിൽ കയറ്റി. അവിടെ നിന്ന് നമ്മൾ വീണ്ടും അതഴിച്ച് ക്ലീൻ ചെയ്ത് യാത്ര തുടരുകയാണ്. പോഖറയ്ക്കുള്ള യാത്രയിലാണ്. ഇവിടുന്ന് ഏതാണ്ട് 6 മണിക്കൂറാണ് സമയം കാണിക്കുന്നത്. 200-200ഓളം കിലോമീറ്റർ ഉണ്ട്. 6 മണിക്കൂർ. രാത്രി ഒരു 10 മണിയോടെയാണ് എത്താൻ സാധ്യതയുള്ളൂ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, അതുകൊണ്ട് വലിയ ട്രാഫിക് ഉണ്ട്. ലഡാക്ക് പോയ പോലത്തെ സ്ഥല. ഇനിയുള്ള ദൂരം മുഴുവതാവും. ഇപ്പോൾ സമയം ഏതാണ്ട് 10 മണിയായിട്ടുണ്ട്. 6 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പോഖറ എന്ന ഹിൽ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. നേപ്പാളിലെ കാഠ്മണ്ഡുവിന് ശേഷമുള്ള ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പോഖറ. എല്ലാവരും അത്യാവശ്യം അടുത്തുണ്ട്. ഇനി ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ നാളെ കാണാം.